ഹേയ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സങ്കീർണവും പലപ്പോഴും വിവാദപരവുമായ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ലോകത്ത് പരാജയപ്പെട്ടത്? ആദ്യം നമുക്ക് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. കമ്മ്യൂണിസം സിദ്ധാന്തത്തിൽ എല്ലാവർക്കും വിഭവങ്ങൾ തുല്യമായി പങ്കിടുന്ന വർഗരഹിത സമൂഹം വാഗ്ദാനം ചെയ്യുന്നു. നല്ല കാര്യമായി തോന്നുന്നു, അല്ലേ? പക്ഷേ ചരിത്രം നമുക്ക് മറ്റൊരു ചിത്രമാണ് കാണിച്ചു തരുന്നത്. സത്യത്തിൽ കേന്ദ്രീകൃത ആസൂത്രണം സാമ്പത്തികമായി കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ ഞെരുക്കുകയാണുണ്ടായത്. ഒരു ചെറിയ കൂട്ടം ആളുകൾ ഒരു രാജ്യത്തിന്റെ മുഴുവൻ സമ്പദ്വ്യവസ്ഥയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായി സങ്കൽപ്പിക്കുക. ഒരു ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ഒരു വലിയ കപ്പൽ നയിക്കാൻ ശ്രമിക്കുന്നതുപോലെയാണിത്. സ്വതന്ത്ര വിപണിയിൽ നിന്ന് ലഭിക്കുന്ന അഭിവൃദ്ധിയും സാങ്കേതിക മികവും അവർക്ക് ഇല്ലായിരുന്നു. മത്സരമാണ് കമ്പനികൾക്ക് മെച്ചപ്പെടാനും നവീകരിക്കാനും ഉള്ള പ്രോത്സാഹനം. ഉദാഹരണത്തിന് സോവിയറ്റ് യൂണിയന്റെ കാര്യമെടുക്കാം. തുടക്കത്തിൽ വ്യാവസായിക വളർച്ച കണ്ടുവെങ്കിലും താമസിയാതെ കാര്യക്ഷമതയില്ലായ്മ കുമിഞ്ഞുകൂടി. 1980കളോടെ സമ്പദ്വ്യവസ്ഥ പാശ്ചാത്യ രാജ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ സ്തംഭനാവസ്ഥയിലായി. ഇത് അടിസ്ഥാന സാധനങ്ങളുടെ ദൗർലഭ്യം, ഭക്ഷണത്തിനായുള്ള നീണ്ട നിര, ജീവിത നിലവാരം വളരെ വേഗം തകർച്ചയിലേക്ക് നയിക്കപ്പെട്ടു. സാമൂഹിക ജീവിതമാണെങ്കിൽ കൂടുതൽ ഭയാനകമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ പലപ്പോഴും അടിച്ചമർത്തലിലൂടെയും ഭയത്തിലൂടെയുമാണ് അധികാരം നിലനിർത്തിയത്. സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിന്റെ ശുദ്ധീകരണം ദശലക്ഷക്കണക്കിന് മരണങ്ങൾക്ക് കാരണമായി. അതുപോലെ ചൈനയിലെ മാവോയുടെ കാലത്ത് ഏകദേശം 45 ദശലക്ഷം ആളുകളാണ് പട്ടിണി മൂലം കൊല്ലപ്പെട്ടത്. ഈ ഭരണകൂടങ്ങൾ വിയോജിപ്പുകളെ അടിച്ചമർത്തി ഭയത്തിന്റെയും അവിശ്വാസത്തിന്റെയും അന്തരീക്ഷം ഉണ്ടാക്കിയാണ് നിലനിന്നത്. അതേസമയം ലിബറൽ സമ്പദ്വ്യവസ്ഥകളും ജനാധിപത്യ രാജ്യങ്ങളും പരിശോധനയും സന്തുലിതാവസ്ഥയും ഉള്ള ഒരു സംവിധാനം നൽകുന്നു. കൂടാതെ ജനങ്ങളാണ് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത്. സാങ്കേതിക നവീകരണവും മത്സരവും പ്രോത്സാഹിപ്പിക്കുന്നു. അത് സാമ്പത്തിക വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നു. സിലിക്കൺ വാലിയിലെ സാങ്കേതിക വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുക. നവീകരണത്തിനും പരിശ്രമത്തിനും തക്ക പ്രതിഫലം നൽകുന്ന ഒരു സ്വതന്ത്ര വിപണിയിൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. കൂടാതെ ജനാധിപത്യ രാജ്യങ്ങളിൽ വ്യക്തിസ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നു. ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും നിലവിലെ അവസ്ഥയെ വെല്ലുവിളിക്കാനും അവരുടെ നേതാക്കളെ ഉത്തരവാദിത്തത്തോടെ നിർത്താനും സ്വാതന്ത്ര്യമുണ്ട്. ഇത് കൂടുതൽ ചലനാത്മകവും പ്രതിരോധശേഷിയുള്ളതുമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു. അതിനാൽ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? കമ്മ്യൂണിസം സമത്വം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും അത് പട്ടിണിക്കും സാമ്പത്തിക മുരടിപ്പിനും സാമൂഹിക അടിച്ചമർത്തലിനും കാരണമായി തീർന്നു. മറുവശത്ത് ലിബറൽ സമ്പദ്വ്യവസ്ഥകളും ജനാധിപത്യങ്ങളും അവയുടെ ന്യൂനതകൾക്കിടയിലും പൊതുവെ അഭിവൃദ്ധിയും വ്യക്തിസ്വാതന്ത്ര്യവും വളർത്തുന്നു. ഓർക്കുക, ചരിത്രം എന്നത് തീയതികളും സംഭവങ്ങളും മാത്രമല്ല, ഭൂതകാല സംഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും കൂടിയാണ്. ജനാധിപത്യവും വ്യക്തിസ്വാതന്ത്ര്യവും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴുമില്ല. ഒരു കൂട്ടം ആൾക്കാർ എല്ലാം നിയന്ത്രിക്കുന്നു. ജനങ്ങൾക്ക് എല്ലാം സഹിച്ചു അനുസരിക്കേണ്ടി വരുന്നു. കൂടുതൽ അറിയാൻ നിങ്ങളും ശ്രമിക്കുക. കണ്ടതിന് നന്ദി. സീ യു ലേറ്റർ.